2019 സെപ്റ്റംബറിലാണ് വിവാഹം നടന്നത്. കല്യാണത്തിൻ്റെ അന്ന് കുറേ ഓർണമെൻറ്റ്സ് എന്തായാലും ഉണ്ടായിരുന്നു. ആ ഓർണമെൻറ്റ്സ് നമ്മൾ പൊസഷനിൽ എടുത്തിട്ടുമില്ല. നമ്മളുടെ വീട്ടിലോ അല്ലെങ്കിൽ എൻ്റെ ചേട്ടൻ എടുക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. 2015 എൻഡ് 2016 ചേട്ടന് ഈ ട്രിനിറ്റി കോളേജ് ഡബ്ലിനിൽ അഡ്മിഷൻ കിട്ടുന്നത്. അഡ്മിഷൻ എന്ന് വെച്ചാൽ അതൊരു പെയ്ഡ് സ്കോളർഷിപ്പാണ്. അവരുടെ ഒരു റിസർച്ച് പ്രോഗ്രാമിന് ചേട്ടനെ PhD റിസർച്ച് ചെയ്യാനായിട്ട് അവർ ഇൻവൈറ്റ് ചെയ്ത് അവർ ട്യൂഷൻ ഫീസും നോൺ ട്യൂഷൻ ഫീസും ഉൾപ്പെടെയുള്ള എക്സ്പെൻസസ് ബെയർ ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ ചേട്ടനെ സ്കോളർഷിപ്പ് ഫുള്ളി പെയ്ഡ് സ്കോളർഷിപ്പ് കിട്ടിയാണ് ചേട്ടൻ അയർലൻഡിലോട്ട് പോകുന്നത്. അതുമാത്രമല്ല ചേട്ടന് ഇവിടെയും ബാക്കി അങ്ങനെ വേറെ ഒരു സ്ഥലത്ത് നിന്ന് ഇൻകം മേടിച്ച് ജീവിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. അതിനു മുന്നേ ചേട്ടൻ ഒരു 11 months ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. NIT കാലിക്കറ്റിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ഈ ജോലി കിട്ടുന്ന സമയം, ഈ PhDക്ക് പോകുന്ന സമയത്ത്. അപ്പം അങ്ങനെ വേറൊരു സ്ഥലത്തുനിന്ന് പൈസയോ സ്വർണമോ മേടിച്ചിട്ട് പോവേണ്ട ആവശ്യം വന്നിട്ടില്ല. അങ്ങനെ അല്ല, അതല്ല വാസ്തവം. ഇപ്പോൾ ഈ പറയുന്ന 200 പവൻ സ്വർണം കുറേ അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് ഇപ്പം ഗ്രീമ ചേച്ചി മരിക്കുന്നതിൻ്റെ ആ ദിവസം നമുക്ക് പലവർക്കും സൂയിസൈഡ് നോട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു വാട്സാപ്പിൽ. എനിക്കും കിട്ടിയിട്ടുണ്ട്, എൻ്റെ നെയ്ബേഴ്സ്, എൻ്റെ ഫാമിലി, എല്ലാവർക്കും പലവർക്കും ഇഷ്ടംപോലെ ആൾക്കാർക്ക് അത് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ ആക്ച്വലി ഒരു 3 പാർട്ടുണ്ട്. ഒന്ന്, സൂയിസൈഡ് ചെയ്യുന്നു എന്ന് പറയുന്നത്. 2, ഈ പറയുന്ന 200 പവൻ സ്വർണം അല്ലെങ്കിൽ അവരുടെ ഈ പൈസ, ആഭരണങ്ങൾ, ബാക്കി കാര്യങ്ങൾ അവരുടെ കസ്റ്റഡിയിലുണ്ടെന്നും അത് എവിടെയാണ് ഇരിക്കുന്നതെന്നുള്ള പൂർണ്ണ ഡീറ്റെയിൽസും ഇത് അവരുടെ അങ്കിളിന് കൊടുക്കണമെന്നും ഒക്കെ പറയുന്നത് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട് ഈ സൂയിസൈഡ് നോട്ടിൻ്റെ കൂടെ തന്നെ ഉണ്ട്. പക്ഷെ അതൊന്നും ആരും പുറത്ത് പറയാതെയാണ് നമ്മൾ സ്ത്രീധനത്തിന് വേണ്ടി കല്യാണം കഴിച്ചു എന്നും അല്ലെങ്കിൽ ഈ പറയുന്ന സ്വത്തുക്കളും സ്വർണവും ഒക്കെ നമ്മൾ അപഹരിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നത്. അങ്ങനെയൊന്നും അല്ല. ചേട്ടൻ്റേതായിട്ടുള്ള എഡ്യൂക്കേഷനും ലൈഫിനും ആവശ്യമുള്ള പൈസ ചേട്ടൻ്റെ സ്കോളർഷിപ്പ് പ്രോഗ്രാമിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. അതുകൂടാതെ ഈ കാലങ്ങളിലൊക്കെ ചേട്ടൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്റ്റുഡൻസ് മാനേജറായിട്ട് കറൻ്റ്ലി അവിടെ ഒരു സെയിം യൂണിവേഴ്സിറ്റിയിലാണെന്ന് തോന്നുന്നു, അവിടെ തന്നെ വർക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ത്രീധനത്തിൻ്റെയോ പൈസയുടെയോ കാര്യവും ഇല്ല. അത് ചേട്ടന് വേണ്ട ആവശ്യവും വന്നിട്ടില്ല, എടുത്തിട്ടുമില്ല. അതിനൊക്കെ ഉള്ള റെക്കോർഡ്സ് ആ പുള്ളിക്കാരിയുടെ സൂയിസൈഡ് നോട്ടിൽ തന്നെ സത്യം പറഞ്ഞാൽ ഉണ്ട്. അതാരും പക്ഷേ പ്രചരിപ്പിക്കുന്നില്ല. അതാണ് വാസ്തവം.